സംസ്ഥാനത്തെ സാമൂഹിക ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ വിതരണം ചെയ്യുമെന്നും പ്രതിമാസ പെൻഷൻ തുക 3000 രൂപയായി ഉയർത്തുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയെ അറിയിച്ചു. ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായ ക്ഷേമ പെൻഷൻ വർധനവ് എത്രയും വേഗത്തിൽ നടപ്പിലാക്കുമെന്നും ഇതിനായുള്ള നടപടികൾ യാതൊരുവിധ കാലതാമസവും ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം മുൻ സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് തൊട്ടു മുമ്പ് പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി തുടരുന്ന കാര്യത്തിൽ സർക്കാർ ഇതുവരെ അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ലെന്നും അദ്ദേഹം സഭയിൽ ചൂണ്ടിക്കാട്ടി. നിയമസഭയിൽ നടന്ന ചോദ്യോത്തര വേളയിലും തുടർന്നുള്ള ചർച്ചകളിലുമാണ് സംസ്ഥാനത്തെ ആശ്രയമറ്റ ജനവിഭാഗങ്ങൾക്ക് ആശ്വാസം പകരുന്ന നിർണായക പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രി നടത്തിയത്. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് താങ്ങാകുന്നതിനായി 25 ലക്ഷം രൂപയുടെ ധനസഹായം ഉറപ്പാക്കുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും ഇതിന്റെ വിശദമായ രൂപരേഖ തയ്യാറാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. സാധാരണക്കാരായ ആളുകൾക്ക് നൽകി വരുന്ന സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ കൃത്യമായി വിതരണം ചെയ്യുന്നതിൽ ഈ സർക്കാരിന് യാതൊരു വീഴ്ചയും ഉണ്ടാകില്ലെന്നും ഈ മാസത്തെ പെൻഷൻ വിതരണത്തിനുള്ള ഔദ്യോഗിക ഉത്തരവ് നാളെ തന്നെ പുറത്തിറങ്ങുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സാമൂഹിക ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ വിതരണം സുഗമമാക്കാൻ എല്ലാവിധ സജ്ജീകരണങ്ങളും ധനവകുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അർഹരായ എല്ലാ ഗുണഭോക്താക്കൾക്കും തുക നേരിട്ടെത്തുന്നുണ്ടെന്ന് സർക്കാർ ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. നിലവിലുള്ള ക്ഷേമ പെൻഷൻ ഗുണഭോക്തൃ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന സൂചനയും മുഖ്യമന്ത്രി നൽകി. അർഹതപ്പെട്ട പലരും ഇപ്പോഴും പട്ടികയ്ക്ക് പുറത്തു നിൽക്കുമ്പോൾ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാത്ത അനർഹരായ നിരവധി ആളുകൾ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെന്നാണ് സർക്കാർ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് ഗൗരവമായി പരിശോധിച്ച് പട്ടിക ശുദ്ധീകരിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. പെൻഷൻ അർഹത നിശ്ചയിക്കുന്നതിലെ അപ്രായോഗികമായ മാനദണ്ഡങ്ങളെക്കുറിച്ച് സഭയിൽ പരാമർശിക്കുകയുണ്ടായി. ലോസ് ഏഞ്ചലീസിലുള്ള ഒരു വ്യക്തിക്ക് ഈ മാസം പെൻഷൻ ലഭിച്ചില്ലെന്ന് ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാണിച്ച ഒരു സംഭവം മുഖ്യമന്ത്രി സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇതിന് മറുപടിയായി മകൻ വിദേശത്താണ് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം നാട്ടിൽ കഴിയുന്ന പ്രായമായ അമ്മയ്ക്ക് പെൻഷൻ നിഷേധിക്കുന്നത് എത്രത്തോളം യുക്തിസഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചോദിച്ചു. അർഹതപ്പെട്ട ആർക്കും ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടരുത് എന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകി. പ്രവാസികളുടെ കുടുംബങ്ങളിലെ യഥാർത്ഥ ആശ്രയമുറ്റവരുടെ അവസ്ഥ പരിഗണിക്കുമെന്നും എന്നാൽ നിയമം ദുരുപയോഗം ചെയ്ത് ആനുകൂല്യം കൈപ്പറ്റുന്ന അനർഹരെ കർശനമായി ഒഴിവാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ സാധാരണക്കാരായ കുടുംബാംഗങ്ങൾക്ക് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടാണ് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം പുതിയ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപ വരെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്ന രീതിയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആരോഗ്യ ധനകാര്യ വകുപ്പുകൾ സംയുക്തമായി വിശദമായ ചർച്ചകൾ നടത്തി വരികയാണ്. ഇൻഷുറൻസ് പ്രീമിയം തുക, ഗുണഭോക്താക്കളുടെ മാനദണ്ഡങ്ങൾ എന്നിവ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടും. പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വലിയൊരു ആശ്വാസമാകുന്ന ഈ പദ്ധതി ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ ജനക്ഷേമ പരിപാടികളിൽ ഒന്നായിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും പാവപ്പെട്ടവന്റെ വയറ് നിറയുന്ന തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് ഭരണപക്ഷം തീരുമാനിക്കുന്നത്.